നമുക്ക് പ്രോഗ്രാം ഒരു നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2-3 പേര് ഇവിടെ ജോയിൻ ചെയ്യാനുണ്ട്. ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മാഡം കൂടി എത്താണ്ട് നമുക്ക് തുടങ്ങാം. മാഡം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഹലോ, പിന്നെ നമ്മുടെ ജഡ്ജസ് ജസ്ന മിസ് ഇപ്പോൾ ജോയിൻ ചെയ്യും കേട്ടോ. എല്ലാവരും എത്തി. നിങ്ങൾക്ക് ഇനി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് തന്നെ എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതായത് ഏതൊരു രോഗത്തിന്റെയും ചികിത്സ ആരംഭിക്കുന്നത് രോഗനിർണയത്തിൽ നിന്നാണ്. അപ്പം ഒരു MLTക്കാരന്റെ പ്രാധാന്യം അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ തന്നെ ഒരു ലാബ് ടെക്നീഷ്യന്മാരുടെയും ലാബ് ടെക്നീഷ്യൻ പ്രാധാന്യം ലോകത്തിന് നമുക്ക് അറിയിക്കുക എന്ന് തന്നെയാണ് ഓരോ ലാബ് വീക്കിന് പ്രാധാന്യം. തിരശ്ശീലയ്ക്ക് പുറകിൽ നിന്ന് സേവനം അനുഷ്ഠിക്കുന്ന ഓരോ MLTക്കാരും ആതുര സേവനത്തിന് നൽകുന്ന ഒരു സംഭാവന ഒട്ടും ചെറുതല്ല. അപ്പം ഈ ലാബിക സമയത്ത് ഓരോ കോളേജുകളിലും റാംജിന്റെ നേതൃത്വത്തിൽ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ സാംജിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഈ പോസ്റ്റർ കോമ്പറ്റീഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതിന് നമുക്ക് 4 കോളേജിൽ നിന്ന് നമുക്ക് പ്രോജക്റ്റുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അതുപോലെ നമുക്ക് 2 ജഡ്ജസ് ഉണ്ട് നമ്മൾ അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പ്രോഗ്രാം ഇതിന്റെ പ്രസന്റേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജഡ്ജസ് ആയിട്ട് ബേബി മെമ്മോറിയൽ കോളേജിലെ ജസ്ന മാഡം ഉണ്ട്.
ശ്രീ ആഞ്ജനേയ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഷാന മേഡം ഉണ്ട്. അവർ രണ്ടുപേരും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കണ്ടസ്റ്റൻസ് ആയിട്ട് വരുന്ന EMS കോളേജിലെ സ്നേഹ വിശ്വനാഥ്, EMS കോളേജിലെ അക്ഷയ്, മിംസ് കോളേജിലെ സ്നേഹ വിശ്വനാഥ്, അഹില്യ കോളേജിലെ ശ്രീലക്ഷ്മി, പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നീലിമ, അവരെയും ഞാൻ പരിപാടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സാംറ്റിന്റെ സ്റ്റാഫ് അഡ്വൈസർ നിതിൻ സാറ്, നവാസ്, സാംറ്റിന്റെ ബാക്കി ഭാരവാഹികള്, സ്റ്റുഡൻസ്, അവരെ എല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമുക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ പോസ്റ്റർ പ്രസന്റേഷന്റെ ബാക്കി നിബന്ധനകളോ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ അൻസാറയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ഗുഡ് ഈവനിങ് ഓൾ. നമുക്കറിയാം ഇന്ന് വേൾഡ് ലാബ് പ്രൊഫഷണൽ വീക്കാണ്. നമ്മളെ ഏപ്രിൽ ലാസ്റ്റ് വീക്കാണ് നോർമലി നമ്മൾ ആചരിക്കാറുള്ളത്. ഈ വർഷം അത് ഏപ്രിൽ 23 മുതൽ 29 വരെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് പല ബാച്ചസിന് എക്സാമുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വളരെ വിപുലമായ രീതിയിൽ ഈ വർഷം നടത്താൻ സാധിച്ചില്ല. പക്ഷെ എന്നിരുന്നാലും ഇനിയും നമ്മൾ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ മെഡിക്കൽ ഫീൽഡുകൾ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ റിസർച്ച് എന്നുള്ള ഒരു സാധ്യതയുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിക്കാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിക്കാണ്. നമുക്ക് ഏതൊരു സ്റ്റഡി ഡിസൈനിലുള്ള റിസർച്ച് ടോപ്പിക്സ് നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരുപാട് പേരൊന്നും ആ ഒരു റിസർച്ച് മേഖലയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു MLT സ്റ്റുഡൻസിന് ഇടയ്ക്ക് റിസർച്ച് എന്നതിന്റെ ഒരു വാല്യൂ എന്താണ്, അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് എന്നതിനെ കുറിച്ചുള്ള ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിന്റെ ഒരു റിസർച്ച് പോസ്റ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു MLT വിദ്യാർത്ഥികൾക്കിടയ്ക്ക് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇത് ഈ ഒരു ഫൈനൽ പ്രസന്റേഷൻ മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് പേരെടുത്തു നിന്നുള്ള എൻട്രീസ് അബ്സ്ട്രാക്ട് രൂപത്തിലായിട്ട്, അതായത് അവർ ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ആ ഒരു സ്റ്റഡി ഒരു സിംഗിൾ പേജിന്റെ ആ ഒരു സൈസിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ഒരു അബ്സ്ട്രാക്ട് ഫോമിലേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട കുറച്ച് പേരെയാണ് നമ്മൾ ഈ ഒരു ഫൈനൽ പ്രസന്റേഷനിലേക്ക് അവരുടെ പോസ്റ്റർ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ സെലക്ട് ചെയ്തിട്ടുള്ള 4 പേരാണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പോസ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇതിനെ നമ്മൾ ജഡ്ജസ് ആയിട്ട് ഇവിടെ നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ജസ്ന മാഡവും, ബേബി മെമ്മോറിയൽ കോളേജിലെ ജസ്ന മാഡവും, അതേപോലെ ശ്രീ ആഞ്ജനേയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ ഷാന മാഡത്തിനെയും, അതോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ നിതിൻ സാറിനെയും, അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സാംറ്റ് ഒഫീഷ്യൽസിനെയും, അതോടൊപ്പം ഇതിലേക്ക് പ്രസന്റ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രസന്റേഴ്സ്, ബാക്കിയുള്ള ലിസണേഴ്സ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരെയും, ഈ എക്സിക്യൂട്ടീവ്സ് എല്ലാവരെയും ഈ ഒരു ഇതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനിയുള്ള പ്രസന്റേഷനൊക്കെ കേൾക്കാവുന്നതാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആശംസകൾ അർപ്പിക്കാനായി സാംറ്റിന്റെ നിതിൻ സാറിനെ വെൽക്കം ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ. ലോകമെമ്പാടുമുള്ള ലബോറട്ടറി പ്രൊഫഷണൽസ് ഏപ്രിൽ 22 മുതൽ 29 വരെ ലബോറട്ടറി പ്രൊഫഷണൽ വീക്കായിട്ട് ആഘോഷിച്ചു വരികയാണ്. കഴിഞ്ഞ കുറച്ചൊരു 6-7 വർഷത്തോളമായി കേരളത്തിലും അതിപ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ ലബോറട്ടറി പ്രൊഫഷണൽ വീക്ക് സെലിബ്രേറ്റ് ചെയ്ത് വരികയായിരുന്നു. ഈ വർഷം നമുക്ക് കൂടുതൽ ഇതിന് ചുക്കാൻ പിടിച്ചിരുന്നത് വിദ്യാർത്ഥി സംഘടനയായ സാംറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാംറ്റ് ആയിരുന്നു ലബോറട്ടറി വീക്കിന്റെ നെടുന്തൂണ് കേരളമെമ്പാടും. അത് കൂടാതെ സൗത്ത് ഇന്ത്യയിലും ഇന്ത്യയിലെമ്പാടും
ഇതിന്റെ ഒരു സന്ദേശം എത്തിക്കുന്നതിലും സാംറ്റിന് അതിയായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വർഷം നമുക്ക് നിർഭാഗ്യവശാൽ ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഡിസൈഡ് ചെയ്ത പ്രകാരമുള്ള എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പ്രാതിനിധ്യം വളരെ കുറവായതുകൊണ്ടും ഇത് കണ്ടക്ട് ചെയ്യേണ്ട പാനൽ ഉൾപ്പെടെ, അതായത് കമ്മിറ്റി ഒഫീഷ്യൽസ് ഉൾപ്പെടെ എല്ലാവരും ഒത്തിരി തിരക്കായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയൊരു വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ സങ്കടത്തോടെ അറിയിക്കുകയാണ്. വരും വർഷങ്ങളിൽ നമുക്കിത് നികത്താനാവുമെന്ന പ്രതീക്ഷയോടെ ഇത്തരത്തിലുള്ള ചെറിയ പരിപാടികൾ മുൻകൈയെടുത്ത് നടത്തി വരുന്ന സാംറ്റിന്റെ ഒഫീഷ്യൽസും അൻസാറൊക്കെ കടന്നു ഓടുകയായിരുന്നു. ഇപ്പം എക്സാമിനിടയ്ക്ക് അൻസാറും അജലും എല്ലാവരും ഈ കൂട്ടത്തിലുള്ള ഹസന എല്ലാവരും പേരെടുത്ത് പറയുന്നു. എല്ലാവരും എക്സാമിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ പല കോളേജുകളിൽ നിന്നായി നേരത്തെ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന എൻട്രിയിൽ നിന്ന് ഫൈനലൈസ് ചെയ്ത 4 എണ്ണത്തെയാണ് നമ്മളിവിടെ ഫൈനൽ സെറ്റിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ റിസർച്ച് ലെവലിലുള്ള ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള പ്രസന്റേഷനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാ ഡെലിഗേറ്റ്സിനെയും ആശംസ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ ജഡ്ജിങ് പാനലിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ലബോറട്ടറി വീക്കിന്റെ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസയ്ക്കായി നവാസ് ഖാനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ലബോറട്ടറി വീക്കിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ പോസ്റ്റർ പ്രസന്റേഷൻ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പൊ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തുടങ്ങുകയാണ്. ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് സ്നേഹ വിശ്വനാഥ് ഫ്രം മിംസ് കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിയബിൾ ആണ്. ഞാൻ ഓഡിയബിൾ അല്ലേ? ആണ്. ഓക്കെ അല്ലേ? അപ്പം ഓക്കെ ആണ്. റിലേഷൻസ് ഒക്കെ അറിയാലോ? അറിയാം. ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്തു. താങ്ക് യു. ഓക്കെ. Good evening, everyone. Myself, Sneha Vishwanath from Men's College of Allied Health Science. My topic is tick species which carry novel spotted fever group Rickettsia among the tick population from Wayanad district, Kerala, India. Now, moving to the introduction of my topic. The Rickettsia are maintained in nature by transovarian transmission in the tick host and transient horizontal transmission involving various mammalian hosts. Humans get infection by the bite of infectious ticks. Rickettsioses are generally incapacitating and notoriously difficult to diagnose. Ticks are important vectors of disease-causing agents to humans and animals. Hence, it is relevant to identify the prevalence of the Rickettsia in the tick population, thus to create an awareness in the community, and also to prove that ticks are the second most vector in spreading infection. The presence of the organism in the tick is identified by molecular methods. By calculating the prevalence of spotted fever group Rickettsia in the tick population, the spread of spotted fever can be reduced in the community. The aim of my study is to identify the species of ticks which carry the novel spotted fever group Rickettsia among the tick population from Wayanad district, Kerala, India. The objectives of my studies are to collect the tick samples from different parts of Wayanad district, to identify the species of collected ticks, to detect the rickettsial DNA in the collected ticks by PCR. The methodology of my study is the study was conducted in the Department of Molecular Biology, Aster MIMS Calicut, during the month of June 2022 to August 2022. During this period, ticks were collected from different parts of Wayanad district. The species of collected ticks were identified with the help of an entomologist. They are subjected to PCR for the detection of Rickettsia respectively. The real-time PCR positive samples were subjected to nested PCR by OMPA or outer membrane protein A gene for the detection of novel species. Agarose gel electrophoresis was performed on the products and visualized by gel documentation system. Now, moving to the result of my study, a total number of 135 ticks were collected. Out of this, 96 were nymphal stage and 139 was adults from different parts of Wayanad district. The ticks were morphologically identified as Hemophysalis bispinosa. The ticks were pooled based on their stages of their life cycle to adult, nymphal stage and subjected to RT-PCR by using primer design all species Rickettsia kits for the detection of rickettsial DNA. Thus, it is proved that both adult and nymphal stage carry Rickettsia.
They act as both vectors in transmitting rickettsial disease. There are some pictures which indicates the results of my studies. The samples which was positive in RT-PCR are subjected to nested PCR with OMPA gene is confirmed that rickettsial group belongs to spotted fever group rickettsia. The discussion of my study is Sergio E. Bermudez et al. From the year 2007 to 2018 studied that multiple species of ticks have been identified which act as a vector of rickettsiosis. But in this study, only Haemaphysalis bispinosa act as a vector. It may be due to some climatic changes or specific collection area. Tyler C. Henning et al. In the year 2014 identified that spillover infection of Rickettsia parkeri may be occurring due to tick species not typically associated with pathogen and suggested for vector competence study. In this study, vector competence have been proved among Haemaphysalis bispinosa ticks from Wayanad district, Kerala. Omar Orkun et al. Studied and identified that ticks give positives in PCR for rickettsial species by amplifying citrate synthase or GLTA and outer membrane protein OMPA genes. In this study, it is confirmed that Haemaphysalis bispinosa transmits spotted fever group rickettsia with the help of PCR by the amplification of citrate synthase, GLTA, and outer membrane protein genes. Marco D. Luca et al. Identified that there was several seasonal variation during the collection of ticks in the locality. Maybe due to this reason, only one species of ticks is identified in my study or in this study. The conclusion of my study is the study was conducted in the Department of Molecular Biology, Assignments, Calicut during the month of June 2022 to August 2022. During this period, ticks were collected from different parts of Wayanad district. Total 165 ticks were collected, which contained 96 nymphal stages and 39 adult forms. The collected ticks were morphologically identified as Haemaphysalis bispinosa. Both adult and nymphal forms shows positive results. Positive samples were amplified by nested PCR with OMPA gene and identified the novel species of rickettsia in the tick species. Hence, by the study, a potentially new species of spotted fever group rickettsia was successfully identified as Haemaphysalis bispinosa. These are some of my references. Thank you. Next, the time for defense viva. Hello? Hello? Neha? Ma'am. Audible alle? Ma'am. Audible. Okay. Then what is the difference between spotted fever and typhus fever? Ma'am, it is differences. It is conducted in two categories. It is classified in two categories. It has in spotted fever group OMPA gene or outer membrane protein A gene is specific. In typhus group, both OMPA and OMPAB genes are also present. Okay. Ma'am. How did you collect the sample? Ma'am, I have collected from different parts of Wayanad district by taking personal precautions by myself itself with the help of an tribal student from there. Okay, direct സ്നേഹ തന്നെ കളക്ട് ചെയ്തതാണോ? മിസ് ഞാൻ തന്നെ പോയി കളക്ട് ചെയ്ത പേഴ്സണൽ വൈറ്റ് ക്ലോത്ത്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവേഴ്സ് ഒക്കെ ഇട്ടിട്ട് അവരുടെ ഹെൽപ്പോടെ ഞാൻ തന്നെ കളക്ട് ചെയ്തതായിരുന്നു. അതിന്റെ ടിക്സിന്റെ സാമ്പിൾസിന്റെ പിക്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടു. Then ഈ സ്പോട്ടഡ് ഫീവറിന് വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് നെയിം അറിയാമോ? അല്ലെങ്കിൽ നെയിം ഫോർ സ്പോട്ടഡ് ഫീവർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണോ? അല്ല, സ്പോട്ടഡ് ഫീവറിന് വേറൊരു നെയിം ഫോർ സ്പോട്ടഡ് ഫീവർ. Miss, I'm not audio. Clear ആവുന്നില്ല മിസ്സിന്റെ ഓഡിയോ. Another name for spotted fever. Spotted fever. Sorry, miss. അതറിയില്ല. Okay. Then over to you, Jasna. കേൾക്കാൻ പറ്റുന്നുണ്ടോ? മിസ് കേൾക്കാം. 3 മാസത്തെ സ്റ്റഡി അല്ലേ? മിസ് 2 months സ്റ്റഡി ആയിരുന്നു. 2 month ജൂൺ ജൂലൈ 3 months സ്റ്റഡി ആയിരുന്നു മിസ്. നമ്മൾ ജൂണിൽ കളക്ട് ചെയ്തു. നെക്സ്റ്റ് അതിന് പൂൾ ചെയ്തിട്ട് പോയിട്ട് കളക്ട് ചെയ്തല്ലേ? മിസ് ഒരു ടൈമിലാണ് പോയി കളക്ട് ചെയ്ത്. കുറച്ച് അധികം ഏരിയകളിൽ കളക്ട് ചെയ്തു. അതായത് അഡൽട്ട് നിംഫും റിക്കറ്റ്സിയെ ക്യാരി ചെയ്യുന്നു എന്നാ പറഞ്ഞല്ലേ? അതെ മിസ്. ഇത് രണ്ടും ഇൻഫെക്റ്റീവ് ആണോ? മിസ് രണ്ടും ഇൻഫെക്റ്റീവ് ആണ്. രണ്ടും പോസിറ്റീവ് റിസൾട്ട്സ് കാണിക്കുന്നുണ്ട്. ഈക്വൽ ആയിട്ടാണ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നത്.
റിക്കറ്റ്സിന്റെ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ചെയ്തില്ലേ? ആ മിസ്, അത് PCR നെസ്റ്റഡ് PCR വെച്ചിട്ടാണ് നമ്മൾ ആദ്യം എന്റമോളജിസ്റ്റിന്റെ അടുത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് അതിനെ പൂൾ ചെയ്തിട്ട് നെസ്റ്റഡ് PCR ഹാർട്ടിക്കും സോഫ്റ്റിക്കും ഏതൊക്കെ ടിക്ക് കളക്ട് ചെയ്ത്? മിസ് ബോത്ത് ഹാർട്ടിക്സിനെയും സോഫ്റ്റിക്സിനെയും കളക്ട് ചെയ്തിട്ട് ഹലോ സോഫ്റ്റിക്കിനെ കളക്ട് ചെയ്തു. അത് എന്നിട്ട് എന്റമോളജിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ അത് സോഫ്റ്റിക്സ് ആയിട്ടില്ലായിരുന്നു. മോസ്റ്റ് പ്രോബ്ലി ആർട്ടിക്സ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അകത്ത്. അപ്പൊ ഒരൊറ്റ സ്പീഷീസിന് മാത്രമേ എന്റമോളജിസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതിന്റെ അകത്ത്. മേ ബി ഡ്യൂ ടു സീസണൽ വേരിയേഷൻ എന്നാണ് വിചാരിക്കുന്നത്. ഏത് സ്പീഷീസിന് കിട്ടി? അതായത് റിക്കറ്റ്സിയൽ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ ചെയ്തില്ലേ? ആ മിസ്, ഹീമോഫൈസാലിസിലാണ് അത് കണ്ടുവരുന്നത്. ഹീമോഫൈസാലിസ് ബൈസ്പൈനോസയിലാണ് അത് കണ്ടുവരുന്നത്. അത് ടിക്കില്, അങ്ങനത്തെ ടിക്കില്, ഹീമോഫൈസാലിസ് ടിക്കില്. റിക്കറ്റ്സിയന്റെ സ്പീഷീസ് മിസ്, റിക്കറ്റ്സിയന്റെ സ്പെസിഫിക് ജീൻ അങ്ങനെ പോയിട്ടില്ല സീക്വൻസിൽ. അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഔട്ടർ മെമ്പറൈൻ എ ജീന് കണ്ടുപിടിച്ചു അല്ലെ? അതാണ് കണ്ടുപിടിച്ചത്. റിക്കറ്റ്സിയൊക്കെ സ്പെസിഫിക് ആയിട്ട്. അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്. സ്നേഹ, മിസ്, ഇത് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണോ? എങ്ങനെ മിസ്? ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണോ? ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഡിസീസ് കോസ് ചെയ്യോ? മിസ്, നോട്ട് യെറ്റ് റിപ്പോർട്ടഡ് എന്നാണ് എൻ്റെ ഒരു നോളജ്. മിസ്, അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ ബ്ലഡ് വഴിയൊന്നും ഇതുവരെ ട്രാൻസ്ഫ്യൂസ് ചെയ്തിട്ട് അറിയില്ല. ക്യൂറബിൾ ആണോ? ക്യൂറബിൾ വാക്സിനേഷൻസ് ഒന്നും നോട്ട് യെറ്റ് ആണ്. KFDക്ക് മാത്രമേ വാക്സിനേഷൻ കണ്ടിട്ടുള്ളൂ. ഇതിന് വാക്സിനേഷൻ നോട്ട് യെറ്റ് ഡിസ്കവർഡ്. ഗ്രാജുവലി വരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ട്രീറ്റ്മെന്റോ? മെഡിക്കേഷൻസ് നമ്മളെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് ഇതിന് കണ്ടുവരുന്നത്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രോപ്പർലി മോണിറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Okay, thank you, Sneha. Thank you, Jasmine and Shana ma'am. Next, participant, Akshya BP, EMS College of Paramedical Science. ഹലോ, കേൾക്കാലോ അല്ലേ? ഓക്കെ, കേൾക്കാം. ഓക്കെ അല്ലേ? എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ജഡ്ജസ് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. പറഞ്ഞോളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. Okay, thank you. Good evening all. Let me introduce myself. I am Akshay PP. I am a final year BSc MLT pass out from EMS College of Paramedical Science. Now let's look into the poster. My topic was prevalence of proteinuria and variations of neutrophil lymphocyte ratio, monocyte lymphocyte ratio, and platelet lymphocyte ratio in type 2 diabetes mellitus. As we know, diabetes mellitus is a serious lifestyle disorder that is prevalent around the world, and especially in India, the death rates are projected up to 1. In this study, we focused entirely upon the type 2 diabetes mellitus, which is the adult onset diabetes mellitus, and it is a condition in which the pancreas makes less insulin, or the cells in our body become resistant to insulin. So it occurs here is a long-standing hyperglycemia, and this long-standing hyperglycemia leads to the kidney disease or diabetic kidney disease. And the diabetic kidney disease is a worldwide medical catastrophe due to its high prevalence and a multifactorial pathogenesis. So going to the diabetes mellitus, which is a systemic disease having detailed inflammatory pathology along with its microvascular and macrovascular complications. So the strategy of this study was to identify the multi-channel pathogenesis and give more attention to the hemodynamic changes in the diabetic kidney disease development. So we focused entirely upon the hematological variations in the diabetic kidney disease patients. Discussing about the materials and methods, it was an observational cross-sectional study conducted around 50 patient samples against 10 control samples, and HbA1c level was used to detect the diabetes mellitus, and proteinuria was detected by using urine dipstick method. And accordingly, we classified the patients into 4 categories, that is normal, good control, fair control, and poor control categories. And for statistical validation, we applied the student t-test, and p-value obtained, which is it is obtained less than 0.05 cutoff value, it implies that the data is statistically significant. Then about result and discussions.
The table contains the key outcome of the study. You can see that the neutrophil lymphocyte ratio, monocyte lymphocyte ratio, and the platelet lymphocyte ratio are demonstrated against the control samples. So 3.84 is the patient value for neutrophil lymphocyte ratio, and you can see as the control values are almost 1.50, so it is almost double. So neutrophil lymphocyte ratio is significantly elevated in the patient population on control comparison with the control population, and the value obtained is far less than the cutoff value. So the data is statistically significant. Same as for the neutrophil lymphocyte ratio, we have monocyte lymphocyte ratio and the platelet lymphocyte ratio, which is significantly elevated in the patient population on comparison with the control population. The next diagram is an interesting pie diagram which shows the prevalence of proteinuria among the study population. So while comparing the proteinuria, we observed that almost 32% of the population have trace amount, and 22% have 1+ and next 34% have 2+, and 2% have a 3+ proteinuria. And a significant proteinuria was observed in the uncontrolled and poor controlled diabetes patients. And another key observation done was increase in neutrophil count and decreasing lymphocyte count in the uncontrolled diabetes patients. As the diagram shows, with increasing hyperglycemia, there is increasing kidney damage, and the neutrophil lymphocyte ratio and platelet lymphocyte ratio and MLR appears to be elevated. And on the right side, we have a bar diagram which shows the same data, that is the elevated PLR, MLR, and NLR values in patient population against the control populations. And the results of the study is neutrophil lymphocyte ratio, platelet lymphocyte ratio, and neutrophil lymphocyte ratio can be considered as a predictive marker for inflammation in diabetic kidney disease. And another observation is that there is an increasing proteinuria, simultaneous increase in proteinuria along with the increasing HbA1c level, but it is observed only up to a particular level. Okay, and below is some of the significant studies I referred here. One is conducted by Morenson et al. In 2022, and another by Dermitis et al. And last by Contra et al. In 2017. Thank you. Okay. Next, it's time for Defense Viva. Akshay, Yes, ma'am. അക്ഷയിന്റെ സ്റ്റഡിന്റെ കൺക്ലൂഷൻ എന്താണ്? Conclusion, madam, neutrophil lymphocyte ratio, NLR, MLR, PLR values patient population, അതായത് ഡയബറ്റിക് പോപ്പുലേഷനിൽ എലവേറ്റഡ് ആണ്. സോ ഡയബറ്റിക് കിഡ്നി ഡിസീസിന്റെ ഒരു പ്രൊഡക്റ്റീവ് മാർക്കറായിട്ട് നമുക്ക് ഈ 3 ഹെമറ്റോളജിക്കൽ മാർക്കേഴ്സിനെ യൂസ് ചെയ്യാം. ഓക്കെ, മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ഇത് യുണീക്ക് ആണോ? യുണീക്ക് മാർക്കേഴ്സ് ഫോർ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയാൻ പറ്റുമോ? യുണീക്ക് മാർക്കേഴ്സ് ആണെന്ന് ചോദിച്ചാൽ മാഡം, നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള പോപ്പുലേഷനിലും അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള സ്റ്റഡി പോപ്പുലേഷനിലും എല്ലാം NLR റേഷ്യോസും MLR റേഷ്യോസും PLR റേഷ്യോസും ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള 50 പേഷ്യൻസ് ഓൾറെഡി ഡയബറ്റിക് ആയിട്ട് 1 ഇയർ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആണ്. സോ ഡയബറ്റിക് ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ 1 ഇയർ ഡാറ്റ എടുത്തിട്ട് അവർ ഇനീഷ്യലി ലോവർ ലെവലിൽ തൊട്ട് ഇപ്പം HbA1c കൂടിയ കണ്ടീഷൻ വരെ നമ്മൾ നോക്കിയപ്പോൾ ഈ വാല്യൂസ് ഇൻക്രീസിങ് ആണ്. അലോങ് വിത്ത് പ്രോട്ടീനുകളെ കൂടുന്നുണ്ട്. അത് കിഡ്നി ഡാമേജ് സിഗ്നിഫിക്കൻ്റ്ലി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം അവരുടെ കിഡ്നി ഡാമേജിനും ആ ഒരു ഇൻഫർമേഷനും അനുസരിച്ച് NLR വാല്യൂസ് അല്ലെങ്കിൽ ഹെമറ്റോളജിക്കൽ വാല്യൂസ് കൂടുന്നുണ്ട്. ഓക്കെ, ഡയബറ്റിക് പേഷ്യൻസിൽ ഈ ഒരു വാല്യൂസ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, ബട്ട് ഞാൻ ചോദിച്ചത് ഈ ഒരു വാല്യൂസ് ഇൻക്രീസ് ആവുക ഡയബറ്റിക്കിന് മാത്രമാണോ? ഇനി ഇത് ഇൻക്രീസ് ആയതുകൊണ്ട് അത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? വേറെ ഡിസീസ് കണ്ടീഷനെ എലിവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അതോ യുണീക്ക് ആണോ? മാഡം, ഇതൊക്കെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ആണ്. അപ്പം ബാക്കിയുള്ള ഓൾമോസ്റ്റ് സ്ട്രെസ് കണ്ടീഷനിൽ പോലും NLR വാല്യൂസ് എലവേറ്റ് ആവുന്നുണ്ട്. അനദർ സ്റ്റഡീസിൽ ഞാൻ നോക്കിയായിരുന്നു. അപ്പം മറ്റ് കണ്ടീഷൻസിലും ഈ വാല്യൂസ് എലവേറ്റഡ് ആവും. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്തത് ഡയബറ്റീസ് പേഷ്യൻസിൽ മാത്രം ആയതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റ് വൈസ് സ്റ്റഡി ആയിരുന്നു. അത് നമുക്ക് ഈ ഒരു മാർക്കേഴ്സും യൂസ് ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. ഇത് യുണീക്ക് മാർക്കേഴ്സ് ഫോർ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. യെസ് മാം. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട് മാഡം, ഇവിടെ റെയിനിങ് ആണ്, കേൾക്കാം. ഇതില് എത്ര ഡയബറ്റീസ് പേഷ്യന്റിനെ സ്റ്റഡി ചെയ്തിട്ടുണ്ട്? ഓൾമോസ്റ്റ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 120 പേഷ്യന്റ് സാമ്പിൾ നമ്മൾ അനലൈസ് ചെയ്തായിരുന്നു. പക്ഷെ അതിൽ റോൾ ഔട്ട് ചെയ്ത് ലാസ്റ്റ് 50 സാമ്പിൾസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എങ്ങനെ, എത്ര നോക്കിയിട്ടാണോ, റേഞ്ച് നോക്കിയിട്ടാണോ?
റൂൾ അതെ ഔട്ട് അതെ ചെയ്തത്? നമ്മള് ഒബ്സർവേഷൻ സ്റ്റഡി ആയതുകൊണ്ട് ആദ്യം ഡയബറ്റിക് പേഷ്യൻസിന്റെ ടൈപ്പ് ഡയബറ്റീസ് മാത്രം ഒരു പർട്ടിക്കുലർ ഏജ് അബോ എടുത്തിട്ട് 120 സാമ്പിൾസ് നമ്മൾ അതിന്റെ ഡാറ്റ എടുത്തു. അതിൽ പിന്നെ അവർക്ക് വേറെ കണ്ടീഷൻസും വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫറൽ പോയതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഇപ്പൊ ലിവർ പേഷ്യൻസ് വരുന്നുണ്ട്, വേറെ കംപ്ലൈന്റ് അങ്ങനെ ഹാർട്ട് ഡിസീസ് അങ്ങനെ വേറെ അതായത് കണ്ടീഷൻസ് പ്യൂർലി ഡയബറ്റിക് സിംറ്റംസ് മാത്രം കാണിക്കുന്നവരെ അങ്ങനെ ബാക്കി റൂൾ ഔട്ട് ചെയ്തിട്ട് അവരെ മാത്രം എടുത്തു അല്ലെ? എടുത്താണ്. ഒരു 35 to 60% എങ്ങനെ മാം? എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ വെച്ച് അല്ലെ? ബാക്കി കണ്ടീഷനിൽ ഇതൊക്കെ കൂടാലോ. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം മാറ്റിയിട്ട് ഡയബറ്റിക് സിംറ്റംസ് അത് കാണിക്കുന്നവരെ അങ്ങനെയാണോ 60 സെലക്ട് ചെയ്തത്? അതെ, അങ്ങനെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ ഡയബറ്റിക് എന്ന് വെച്ചാല് ഷുഗർ റേഞ്ച് അങ്ങനെ വാല്യൂ റേഞ്ച് എങ്ങാനും നോക്കിയോ? അല്ലെങ്കിൽ HbA1c അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചോ? HbA1c റേഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത്. HbA1c റേഞ്ച് വെച്ചിട്ടായിരുന്നു നമ്മൾ അനലൈസ് ചെയ്തത്. HbA1c റേഞ്ച്, ഡയബറ്റിക്, വേറെ അതർ സിസ്റ്റമിക് കണ്ടീഷൻ ഒന്നും ഇല്ലാത്തവരെ സജസ്റ്റ് ചെയ്ത് അല്ലേ? ഓൺലി ഡയബറ്റിക്സ് മാത്രം, അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെ മാത്രം നോക്കിയതാണ്. ഈവൻ ഹൈപ്പർ ടെൻഷൻ പോലും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ് എടുത്തിട്ടുള്ള എല്ലാ സാമ്പിളിലും ഈ ഒരു ഇൻക്രീസിങ് തന്നെയാണോ കണ്ടത്? അതെ, അത് ഇൻക്രീസിംഗ് പാറ്റേൺ ഉണ്ട്. അപ്പൊ അത് ഡയബറ്റിക്സ് കണ്ടീഷനിൽ മാത്രം സിഗ്നിഫിക്കന്റ് കൂട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാവരെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ടൈപ്പ് 2 ഡയബറ്റിക്സ് മെലിറ്റസ് പേഷ്യൻസ് അതിന് ട്രീറ്റ്മെന്റ് മാത്രം എടുക്കുന്ന ആളുകളാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. ഡയബറ്റിക് നെഫ്രോപ്പതി സജസ്റ്റീവ് ആണെന്നാ പറയുന്നത് അല്ലേ? അതെ, ഡയബറ്റിക് നെഫ്രോപ്പതിയിലെ ഇൻഫ്ലമേഷൻ പ്രപ്പോർഷനാണ് MLR-ന്റെ CLR പ്രെഡിക്റ്റീവ് മാത്രമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രോട്ടീനൂറിയ ഉണ്ട്. പ്രോട്ടീനൂറിയ ഉണ്ട് മാഡം. പ്രോട്ടീനൂറിയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി, അതാണ് ഇൻഫ്ലമേഷൻ കോസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അക്ഷയ്. അക്ഷയ്. ആ മാഡം, കേൾക്കുന്നുണ്ട്, പറഞ്ഞു. NLR നോർമൽ എത്രയാണ്? NLR നോർമൽ വാല്യൂസ് ഞാൻ പല റഫറൻസ് എടുത്തപ്പം പല കട്ട് ഓഫ് പറയുന്നുണ്ട്. 1 to 2 ആണ് നമുക്കൊരു കട്ട് ഓഫ് ആയിട്ട് എടുക്കാൻ പറ്റിയത്. പക്ഷേ അതിനേക്കാളും നല്ലത് നമ്മളൊരു നോർമൽ പേഷ്യന്റ് നമ്മൾ അനലൈസ് ചെയ്യുന്ന ലൊക്കേഷനിൽ തന്നെയുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പ് തന്നെ എടുത്തിട്ട് അതിന്റെ നോർമൽസ് നോക്കുന്നതാണ് നല്ലതെന്ന് ഹോസ്പിറ്റലിലെ സ്റ്റാഫും പെത്തോളജിസ്റ്റും പറഞ്ഞതുകൊണ്ട് നമ്മൾ കൺട്രോൾ സാമ്പിൾസ് ആയിട്ട് പെട്ടെന്ന് നമ്മളെ അറിയുന്ന ലൊക്കാലിറ്റിയിലെ നോർമൽ ഇൻഡിവിജ്വൽസിന് എടുത്തതാണ്. ഓക്കെ. ഡയബറ്റിക് കിഡ്നി ഡിസീസസിന്റെ മാനേജ്മെന്റ് എന്തൊക്കെയാണ്? ഡയബറ്റിക് കിഡ്നി ഡിസീസ് മാനേജ്മെന്റ് സോറി മാഡം, അതറിയില്ല. ഓക്കെ. Okay, thank you, Akshay. Thank you. Okay, thank you, Akshay. Thank you, Jasmine and Shana ma'am. Next participant, Sri Lakshmi BR, Ahalya School of Paramedical Science. Sri Lakshmi BR, Ahalya School of Paramedical Science. Hello. Audible ആണോ? Audible. Okay. Good evening all. My name is Sri Lakshmi. My research topic is acetate sheet and alternative to glass slides in the laboratory. We all know glass slides are the current golden standard for smear preparation. The use of glass slide has remained unchanged for several years, but the slide has several disadvantages such as when the glass slide is need to be transported through courier or mail to distant laboratory or hospitals, which is highly costly due to its weight, and the glass slide may be broken during the transportation and the delivery process. Also, the storage become a major problem in large hospitals where large number of slides need to be stored. In the study, to overcome these disadvantages, acetate sheet is used as an alternative to the glass slides in the laboratory. Aim of the study, to study the use of acetate sheet as an alternative method for glass slides in the laboratory, to examine the efficiency of acetate sheet and validate the use of acetate sheet as a potential substitute for the glass slides. Acetate sheet are made up of cellulose acetate that is made from natural cellulose. Acetate sheet is being used across wide varieties of industries such as wood industry, photography, and drug industries. Methodology of the study. Samples used in the study are EDTA blood samples, tissue sections, and buccal smear. The specimens are prepared on both acetate sheet and glass slides and stained using standard staining technique. That is, Leishman stain is used for blood smear and
hematoxylin and eosin stain is used for tissue sections, and for buccal smears, a rapid path stain is used. Then the samples are observed under microscope. Due to the low hardness of the acetate sheet, it is difficult to observe under microscope. So a custom-made holder was designed for acetate sheet to observe under microscope. The custom-made holder is made from the expired debit card. Figure 1 and 2 shows the custom-made holder. Then several parameters are individually scored from for glass slides and acetate sheet, and the quality index were calculated and compared. The reporting was done in a conventional way, as well as scoring system is created indigenously. Result and discussion. The acetate sheet maintained good quality index for all parameters as compared to glass slides. In case of the cytological smear, the nuclear detail is little bit smudgy in the acetate sheet than the glass slide. The figure 3 shows the peripheral smear prepared on the glass slide, that is the A and B, and the acetate sheet is the C and D. In case of the tissue section, the figure 4 shows the glass slide in A and B and the smears prepared on the acetate sheet in the C and D. In case of buccal smears, figure number 5 shows the glass slides and the smear prepared on the glass slides and the acetate sheet respectively. Conclusion of the study. In addition to good staining quality, the acetate sheet also has some other advantages, such as it is less expensive, easy availability, easy to transport, and storage friendly. The acetate sheet has low carbon footprint. Carbon footprint is the greenhouse gases that is produced by the acetate sheet during the recycling process. And the acetate sheet is very easy to use during the mass screening programs. The only disadvantages of the acetate sheet is there would be the accumulation of dust particles, and there is chance for starch formation due to its low hardness when it is used without the proper care. The references are included. Thank you. Next, it's time for defense viva. Hello. 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 Srilakshmi. Ma'am. Audible ആണോ? Audible ആണ് ma'am. ഓക്കെ. അപ്പൊ നമ്മൾ കൺവെൻഷണൽ ഗ്ലാസ് സ്ലൈഡിന് പകരം അസറ്റേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ സ്ലൈഡ് യൂസ് ചെയ്യാം. Yes ma'am. അപ്പൊ ഈ ബ്രേക്കേജ് ഒക്കെ ഒഴിവാക്കാം, അങ്ങനെയൊക്കെയാണോ? അതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ബ്രേക്കേജ് അതേപോലെ മാം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതായത് പ്രൊട്ടക്റ്റീവ് പാക്കേജ് ഒന്നും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഇത്രയും ലാർജ് സ്പേസ് ആവശ്യം വരത്തില്ല. ഇപ്പൊ ഹിസ്റ്റോപത്തോളജി ലാബിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് സ്പേസിൽ കൂടുതൽ സ്ലൈഡ്സ് കുറെ കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഈ അസറ്റേറ്റ് സ്ലൈഡ് എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഇങ്ങനെ ബോക്സിൽ വരുമോ? നമുക്ക് ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് മാം. നിലവിൽ അത് ഗ്ലാസ് സ്ലൈഡ്സ് പോലെ അവൈലബിൾ അല്ല. കാരണം അതിപ്പോ നമ്മൾ വേറെ ആർട്ട് മെറ്റീരിയൽ അതേപോലെ ഫുഡ് പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മളിപ്പോ ഈ സ്റ്റഡിയിൽ അത് സ്മിയർ പ്രിപ്പറേഷന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിരിക്കുകയാണ്. നമ്മളിനി ഈ സ്റ്റഡി കൂടുതലായിട്ട് പറയുമ്പോൾ അത് ഇപ്പം നമ്മൾ ഗ്ലാസിന് ഒരു ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്തതല്ലേ? അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ് അല്ലേ? ഇത് പ്ലാസ്റ്റിക് അല്ലേ? അല്ലേ, ഒരു പ്ലാസ്റ്റിക്കിന്റെ വെറൈറ്റിയിൽ വരും മാം. പക്ഷെ ഇത് നമ്മുടെ വുഡ് പൾപ്പിന്നൊക്കെയാണ് ഇതിനെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ അസറ്റേറ്റ് ഷീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ആണ്, ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. അപ്പോ ഹീറ്റ് സെൻസിറ്റീവ് അല്ലേ? ഹീറ്റ് സെൻസിറ്റീവ് മാം. ഇത് ഓട്ടോക്ലേവിന് ഒന്നും വിസ്റ്റാൻഡ് ചെയ്യില്ല. പക്ഷെ അത്യാവശ്യം ഫിക്സേഷന്റെ ടൈമിൽ ഹീറ്റ് ഫിക്സേഷന് ഒന്നുമില്ല മാം. അതിനൊക്കെ വിസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആവശ്യമാണെങ്കിൽ ഓക്കെ മാം. നമ്മൾ ഈ എന്താ പറയാ, ഗ്ലാസ് സ്ലൈഡിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് സ്ലൈഡിനും ഓയിലിനും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒബ്ജക്റ്റിനെ പ്രോപ്പർ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്, ആ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയിട്ട്. അപ്പോ ഈ അസറ്റേറ്റ് ഷീറ്റ് ആവുന്ന അല്ലെങ്കിൽ അസറ്റേറ്റ് സ്ലൈഡ് ആവുന്ന സമയത്ത് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈക്വൽ ആണോ അതോ ഡിഫറെന്റ് ആണോ? അല്ലെങ്കിൽ ഡിഫറെന്റ് ആണെങ്കിൽ ഈക്വൽ ആണോ? ഷീറ്റിന്റെ ഈക്വൽ ആണോ? 1.5 ആണോ? 1.5 പോലെ തന്നെയാണ്. ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല.
കാരണം ഇൻ കേസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച് വന്നാൽ അവിടെ ഡിഫ്രാക്ഷൻ കോസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റിനെ കറക്റ്റ് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ സ്റ്റഡിയിൽ ഉണ്ടായിട്ടില്ല. നോക്കിയിട്ടില്ല, അതൊന്നും നോക്കിയിട്ടില്ല. അല്ല, നോക്കിയിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. ഓക്കെ. ഈ സ്ലൈഡിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തിക്നെസ് ഒക്കെ സെയിം ആണോ? തിക്നെസ് ഒക്കെ സെയിം ആണോ? അല്ല മാം, ഇത് നമുക്ക് ഏകദേശം A4 ഷീറ്റിന്റെ സൈസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ഗ്ലാസ് സ്ലൈഡ്സിന്റെ സൈസിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ലക്ഷ്മി, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ മാം, കേൾക്കാം. അസറ്റേറ്റ് ഷീറ്റ് റീയൂസബിൾ ആണോ? എന്താ പറഞ്ഞേ? ഇത് മാം, ഇത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റീയൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അതിനെ നമുക്ക് സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തിരുന്നു. അത് പോസിബിൾ ആണ്. അപ്പൊ ഇതില് ന്യൂക്ലിയർ ക്വാളിറ്റി മാത്രമേ ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൂ അല്ലെ? ബാക്കിയെല്ലാം കിട്ടി? അതെ മാം, ബാക്കി നമ്മുടെ പെരിഫറൽ ഒക്കെ നല്ല എക്സലന്റ് ക്വാളിറ്റിയിലാണ് കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി ഇൻഡെക്സ് അങ്ങനെയല്ലേ നോക്കിയത്? അതെ മാം, ക്വാളിറ്റി ഇൻഡെക്സ് അങ്ങനെയാണ് കമ്പയർ ചെയ്തു അല്ലേ? അതെ, അതായത് ബാക്ക്ഗ്രൗണ്ട്, സ്റ്റെയിനിങ് ക്വാളിറ്റി, മോർഫോളജി, കോൺട്രാസ്റ്റ് അങ്ങനെ എടുത്തിട്ട് അതിൽ ഓരോന്നിനെയും ഗ്രേഡ് ചെയ്തിട്ട് ക്വാളിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്തു. സ്റ്റെയിൻ ചെയ്യുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും ഒന്നും ഇല്ല മാം, റിയേജന്റുമായിട്ടൊന്നും മാം കേട്ടില്ല, ബ്രേക്ക് ആവുന്നുണ്ട്. സ്റ്റെയിൻ ചെയ്യുമ്പോഴും വാഷ് ചെയ്യുന്ന സമയത്തൊന്നും അഡ്ഹഷന് പ്രശ്നമൊന്നും വന്നിട്ടില്ല സ്ലൈഡ് യൂസ് ചെയ്യുന്ന? ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ശ്രീലക്ഷ്മി. ഹലോ ശ്രീലക്ഷ്മി, ഓക്കെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഈ അസറ്റേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ബ്രേക്കേജ് നമുക്ക് ഒഴിവാക്കാന്നല്ലേ പറയുന്നത്? ബ്രേക്കേജ് അപ്പൊ അതിന് ആ ഒരു അസറ്റേറ്റ് ഷീറ്റിലുള്ള കണ്ടന്റ് എന്തായിരിക്കും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്? സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് ഫൈബർ. ഓക്കെ, നല്ല സ്റ്റഡി കേട്ടോ, നല്ല സ്റ്റഡി. ഓക്കെ. Okay, thank you. Sri Lakshmi, thank you, ma'am. The last participant, Neelima from Government College, Trivandrum. Hello, audible ആണോ? Audible ആണ്. This okay അല്ലേ? ഓക്കെ. Okay. നീലിമ okay അല്ലേ? Okay. അപ്പോൾ all the best. Thank you. Good afternoon, everyone. So, my project topic was a comparative study of silent tree reparafinization to conventional HRD in histopathology. The study was conducted on Government Medical College, Trivandrum, under the guidance of Mr. Siriganesh Sir and Dr. Vidya Madam. So, we all know in histopathology, HRD staining is an inevitable part. And in HRD staining, conventionally, we are using silin as a deparafinizing agent. Silin have many disadvantages, like which is toxic and which is very costly in nature. So in my study, I use 1.7% soap solution as deparafinizing agent, and a 90 degrees Celsius is given. So the aim and objective of my study was to compare the silin and 1.7% soap solution as deparafinizing agent, and to compare the two methods with respect to simplicity, cost effectiveness, turnaround time of the result. The methodology of my study was 2 biopsy specimens were taken from a same biopsy specimen, and one is stained conventionally where silin is used as deparafinizing agent, and the other section is deparafinized with 1.7% soap solution at 90 degrees Celsius. And the analysis was undertaken by taking mainly four parameters:
First one was the nuclear staining, where I got 29 good stained smears from the modified method and 26 good stained slides from conventional method. And from in case of cytoplasmic staining, 28 sections were good in modified method and 27 slides were good in conventional method. As in crispness, in case of crispness, there was 26 slides were good in modified method and 25 slides were good in conventional method. In case of clarity, both the conventional and modified method give equal number of good slides. From the analysis, I concluded that silane 1.7% soap solution can be used as a good alternative for silane, and which is eco-friendly, non-toxic, non-inflammable, and cost-effective, and which reduce time very efficiently. Many studies were conducted previously, and all the studies were agreeing my study also. As I concluded that 1.7% soap solution can be used as a good alternative for silane in deparaffinization in H&D staining. Thank you. Next, it's time for defense viva. ഓക്കെ, നീലിമ, Yes, ma'am. ഈ ഡിഷ് വാഷ് സൊല്യൂഷൻ ആയിട്ട് എന്താ യൂസ് ചെയ്തത്? മാം വിം ആയിരുന്നു യൂസ് ചെയ്തത്. ലിക്വിഡ് വിം. വിമ്മിന്റെ ലിക്വിഡ് സൊല്യൂഷൻ 1.7 ml എടുത്തിട്ട് അത് 100 ml ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടായിരുന്നു യൂസ് ചെയ്തത്. ഓക്കെ, എങ്ങനെ പ്രൊസീജിയർ ചെയ്തത് എങ്ങനെയാ? മീൻസ് ആ ഒരു സ്റ്റെപ്പ് മാത്രം പറഞ്ഞേ. എക്സ്ട്രാ ചെയ്തത് നമ്മൾ 4 ചേഞ്ചസ് ഓഫ് സോപ്പ് സൊല്യൂഷൻ എടുത്തായിരുന്നു. 4 90 ഡിഗ്രി സെൽഷ്യസിൽ. അത് 90 ഡിഗ്രി സെൽഷ്യസിലായിരുന്നു ടെമ്പറേച്ചർ കൊടുത്തിരുന്നത്. പിന്നെ 2 ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് 90 ഡിഗ്രി സെൽഷ്യസിൽ. ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ 45 ഡിഗ്രി സെൽഷ്യസിലുമാണ് യൂസ് ചെയ്തത്. ടൈം സോപ്പ് സൊല്യൂഷനിൽ 1 minute ആയിരുന്നു ഇട്ടിരുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടറിൽ 90 ഡിഗ്രി 1 minute ആണോ? 1 minute ആയിരുന്നു. ഓക്കെ. ഡിസ്റ്റിൽഡ് വാട്ടറിൽ റൂം ടെമ്പറേച്ചറിലുള്ളതിൽ 30 seconds മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, കൺക്ലൂഡ് ചെയ്തത് എങ്ങനെയാ? നല്ല റിസൾട്ട് വന്നത് ഏതിനാ? മോഡിഫൈഡ് മെത്തേഡിന് നല്ല റിസൾട്ട് ആയിരുന്നു കിട്ടിയത്. അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്? അങ്ങനെ കൺക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഈ സോപ്പ് സൊല്യൂഷനിൽ നമുക്ക് ഹസാർഡ്സ് ആയിട്ടുള്ള കണ്ടന്റ്സ് ഒന്നും പ്രസന്റ് അല്ല. മീൻസ് നമ്മൾ ടോക്സിസിറ്റി കുറയ്ക്കാന്നല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ മാം. ഓക്കെ, അപ്പൊ ഇതിൽ അങ്ങനത്തെ കണ്ടന്റ്സ് ഒന്നും പ്രസന്റ് അല്ല? ഇല്ല, നമുക്ക് ഇത് ഈസി ആയിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ പറ്റും. സൈലന്റ് ആകുമ്പോൾ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഹാസാർഡസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അതേസമയം സോപ്പ് സൊല്യൂഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈസിലി ഡിസ്കാർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇയാൾ തന്നെ ചെയ്തോ അത്? ചെയ്തതായിരുന്നു മാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, നീലിമ. യെസ് മാം. വിം സൊല്യൂഷനിൽ 4 സ്റ്റെപ്പായിട്ടാണോ ചെയ്തത് ഡീപാരഫിനൈസേഷൻ? 4 ചേഞ്ചസ് ആയിട്ടാണ് ചെയ്തത്. എങ്ങനെയാ പറഞ്ഞേ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? മാം ഓഡിയബിൾ ആണ്. വിം സൊല്യൂഷനിൽ 4 ചേഞ്ചസ് ആയിട്ടാണോ ഡീപാരഫിനൈസേഷൻ ചെയ്തത്? അതെ മാം. അതെങ്ങനെ? സോപ്പ് സൊല്യൂഷൻ 1.7% പ്രിപ്പയർ 1.7 ml വിം സൊല്യൂഷനും 100 ml ഡിസ്റ്റിൽഡ് വാട്ടറും വെച്ചിട്ട് സോപ്പ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. അതിന് വാട്ടർ ബാത്തിൽ 90 ഡിഗ്രി വാട്ടർ ബാത്തിൽ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കൊപ്ലിംഗ് ജാറിനകത്തായിരുന്നു നമ്മൾ സോപ്പ് സൊല്യൂഷൻ വെച്ചിരുന്നത്. അതിനകത്തേക്ക് സ്ലൈഡ് ഇട്ട് കൊടുത്തിട്ട് 1 minute 4 ചേഞ്ച് ആണ് ഇട്ടത്. സ്ലൈഡ്സ് 1 minute 4 ചേഞ്ച്. അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 2 ഡിസ്റ്റിൽഡ് വാട്ടർ at 90 ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്തു. പിന്നെ ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ 45 ഡിഗ്രിയും യൂസ് ചെയ്തു. ഒരു ഡിസ്റ്റിൽഡ് വാട്ടർ 45 ഡിഗ്രി. അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ ഫസ്റ്റ് വിം സൊല്യൂഷൻ 90 ഡിഗ്രി, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ ചേഞ്ച് ചെയ്തത് 90 ഡിഗ്രി സെറ്റ് ചെയ്താണോ? ലാസ്റ്റിലുള്ള വാട്ടർ ആണ് 45 ഡിഗ്രി. അപ്പൊ ഇതിന്റെ പ്രീവിയസ് സ്റ്റഡി എങ്ങനെയാ പറയുന്നത്? 45 ഡിഗ്രിയിൽ വെച്ചിരുന്നത്. പ്രീവിയസ് സ്റ്റഡിയിലും സെയിം റിസൾട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്.
പ്രീവിയസ് സ്റ്റഡീസിനും ഏകദേശം സെയിം റിസൾട്ട് പാറ്റേൺ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ന്യൂക്ലിയർ സ്റ്റെയിനിങ്ങും സൈറ്റോപ്ലാസ്മിക് സ്റ്റെയിനിങ്ങും ക്രിസ്മസും ഒക്കെ ഗുഡ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഡിഫറൻസിയേഷനിൽ മാത്രമേ ഉള്ളൂ കുറച്ചൊരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിരുന്നു. അതെ, സൈലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട്. ഹലോ പെർസെന്റേജ് എങ്ങനെയാ 1.7% എങ്ങനെയാ സെലക്ട് ചെയ്യാൻ കാരണം? അതെ, പ്രീവിയസ് സ്റ്റഡീസിലൊക്കെ 1.7% തന്നെയായിരുന്നു കണ്ടത്. അതായത് അവര് ഡിഫറെന്റ് പെർസെന്റേജ് യൂസ് ചെയ്തപ്പോ അതില് പെർഫെക്റ്റ് 1.7 ആണോ പറയുന്നത്? അതില് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടിയത് ആണോ? അപ്പൊ അത് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയത് 1.7. വേറെ പെർസെന്റേജ് കമ്പയർ ചെയ്തിട്ടില്ലേ? ഇത് വെച്ചിട്ട് ഡിഫറെന്റ് ബയോപ്സി ഇല്ല ചെയ്തിട്ടില്ല. ഏത് ബയോപ്സി? അതെ അതെ, ഡിഫറെന്റ് സ്പെസിമെൻസ് ആയിരുന്നു എടുത്തത്. നമ്മുടെ ഹിസ്റ്റോപത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെന്റ് സ്പെസിമെൻസ് വരുമായിരുന്നു. അതിൽ നിന്ന് ഒരു ബ്ലോക്കിൽ നിന്ന് തന്നെ 2 സെക്ഷൻസ് സെലക്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഏത് സ്പെസിമെന്റെ ബ്ലോക്കിൽ നിന്നാ? ലിവർ സ്പെസിമെൻ ഉണ്ടായിരുന്നു, ഡിഫറെന്റ് സ്പെസിമെൻസ് ഉണ്ടായിരുന്നു മാഡം. ലിവർ സ്പെസിമെൻ ഉണ്ടായിരുന്നു, ബ്രെയിൻ ഉണ്ടായിരുന്നു, പിന്നെ ഹാർട്ട് ഇഷ്യൂസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ലിവറും ബ്രെയിനും ആണ് യൂസ് ചെയ്തത്. ഫൈബ്രോയിഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. യെസ് മാം. നമ്മൾ ഈ ഡീപാരഫിനൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ഹൈഡ്രേഷൻ ഉള്ള സ്റ്റെപ്പും അവോയ്ഡ് ചെയ്തോ? അതിന്റെ ആവശ്യമുണ്ടോ ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ? അതിന്റെ ആവശ്യമില്ല, അതും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ, 4 ചേഞ്ചസ് ഓഫ് ഇത് വെച്ചില്ലേ, ഡിഷ സൊല്യൂഷൻ വെച്ചില്ലേ, ശരിക്കും ആ രണ്ടാമത്തെ ചേഞ്ച് ഒക്കെ എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ഡിവാക്സ് ചെയ്യുന്നില്ലേ? ഡീപാരഫിനൈസേഷൻ ചെയ്യുന്നില്ലേ? ഡിവാക്സ് ചെയ്യുന്നുണ്ട്. ചെയ്യൂലേ അല്ലേ? പിന്നെ ബാക്കി 2 സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ ടൈം കുറച്ചും കൂടെ കുറയ്ക്കാലോ. കുറയ്ക്കാൻ പറ്റും, പക്ഷെ ആദ്യമൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് 4 എണ്ണം വെച്ചിട്ട് ചെയ്തത്. ചെയ്തതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു നീലിമ. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ഫീഡ്ബാക്ക് പറയുന്നതിനായി ഷാന മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. Okay, good evening all. ഈ ഒരു മാം കേൾക്കാം. പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്ത നവാസിനും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. പിന്നെ എല്ലാ സ്റ്റുഡൻസും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം വെറൈറ്റി ടോപ്പിക്സ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു ബൾക്ക് ഓഫ് ടോപ്പിക്സ് സെലക്ട് ചെയ്ത 4 ടോപ്പിക്സ് ആണെന്ന് തോന്നുന്നു. എല്ലാം ബെറ്റർ ടോപ്പിക്സ് ആണ്, നല്ല ടോപ്പിക്സ് ആണ്. ഓക്കെ, നന്നായിട്ടുണ്ട്, നല്ല പ്രസൻറ്റേഷൻ ആണ് എല്ലാവരുടെയും. അപ്പോൾ ഇതുപോലെ ബെറ്ററായി ഇനിയും പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. പല പല സ്ഥലങ്ങളിലും ഇൻ്റർനാഷണൽ ലെവലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറയ്ക്കുക, പോയിന്റ്സ് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റണം. ഓക്കെ, ഇതിന് എല്ലാ ടീംസിനും എൻ്റെ താങ്ക്സ്. ഓക്കെ, താങ്ക് യു മാം. അടുത്തതായി ജാസ്ന മാമിനെ ഫീഡ്ബാക്ക് പറയുന്നതിനായി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഗുഡ് ഈവനിങ് ഓൾ. പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നല്ലോണം പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല സ്ലൈഡ്സ് ആണ്. പിന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻസിനും എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കോൺഫറൻസിന്, CMEക്ക്, വേറെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആവും. നമ്മൾ ക്ലാസ് ഒന്ന് ജസ്റ്റ് സെമിനാർ എടുക്കുന്ന പോലെയല്ലല്ലോ. ഇങ്ങനെയുള്ള പ്രസന്റേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കമ്മ്യൂണിക്കേഷനും അതേപോലെ നിങ്ങൾ ഇനി ഒരു പ്രൊഫഷനെ കയറുന്ന സമയത്തും അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അതേ രീതിയിൽ തന്നെയാണ് ഈ 4 പേരും നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക്കും നല്ലതാണ്. അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, വെറുതെ വന്ന് പറയല്ല. അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൺവീനേഴ്സ് എല്ലാവരും
എല്ലാവരും പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ സാമിറ്റ് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. പാർട്ടിസിപ്പൻസ് കുറവാണെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതിന് ക്ലിയർ ആകുമായിരിക്കും. എക്സാം ടൈമാണ്, 2 ബാച്ചിന് എക്സാം ടൈമാണ് അറിയാം. അപ്പോൾ ഇനിയും നല്ല പ്രോഗ്രാം നടത്താൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിനായി സാമിറ്റിന്റെ വൈസ് പ്രസിഡന്റ് അശ്വിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ കോമ്പറ്റീഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രൊജക്റ്റ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. എല്ലാ കാര്യങ്ങളും നല്ലപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ. അപ്പൊ അതിനുവേണ്ടി നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ജഡ്ജ് ചെയ്ത ഷാന മാമിനും ജസ്ന മാമിനും ഒരു വലിയ താങ്ക്സ് അറിയിച്ചു തന്നു. കാരണം അവർ ഓരോരുത്തർക്കും എങ്ങനെ പറഞ്ഞത്, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത രീതിയാണെങ്കിലും അതെങ്ങനെ ആൻസർ പറയണമെങ്കിൽ എവിടെ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും എല്ലാം നല്ല രീതിയായിരുന്നു. അതേപോലെ തന്നെ ഇതിന് കൂടെ എന്ന സാംടെൻ എല്ലാ ഒഫീഷ്യൽസും പാർട്ടിസിപ്പേറ്റ് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്സ് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.